എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. പ്രോട്ടീനും ഫൈബറും ധാരാളം അടങ്ങിയ ഈ തോരൻ നമുക്ക് ചോറിൻ്റെ കൂടെയും അല്ലാതെയും വെറുതെ കഴിക്കാം. എന്തുകൊണ്ടാണ് ഇതുണ്ടാക്കുന്നത് നോക്കാം. വാഴച്ചുണ്ട് കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. വാഴക്കൂമ്പ് എന്നും പറയും, ഉണ്ണിത്തട്ട് എന്നും പല പേരിലറിയും. നിങ്ങളെന്താണ് പറയുക എന്ന് കമൻറ്റ് ചെയ്യണേ. ചെറുപയരും വാഴക്കൂമ്പും കൊണ്ടാണ് ഈ ഒരു തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം നമുക്ക് ചെറുപയർ ഉപ്പും മഞ്ഞളും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. അതവിടെ മാറ്റി വെക്കാം. അതിനുശേഷം വാഴക്കൂമ്പ് ചെറുതായിട്ട് അരിഞ്ഞ് പിന്നെ ഇതിന് തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാനുണ്ട്. അതിന് കൊച്ചുള്ളിയും പച്ചമുളകും ചേർത്തിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കണം. അത് ഒതുക്കിയെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാം. ഒരു മിക്സിയുടെ ജാറിൽ തേങ്ങ ഇട്ട് കൊച്ചുള്ളി ചേർത്ത് കൊടുത്ത് പച്ചമുളകും ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ ഒന്ന് ഒതുക്കിയാൽ മതി. ഒരു പാനിൽ കടുക് പൊട്ടിച്ച് അതിനുശേഷം വറ്റൽ മുളക് ഇട്ട് കൊടുത്ത് നമുക്ക് ഈ അരിഞ്ഞു വെച്ച വാഴക്കൂമ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നീട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഉപ്പ് ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു ആവിയിൽ വേവിച്ച് എടുക്കണം. ഒന്ന് മൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഴക്കൂമ്പ് നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വാടി വെന്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചെറുപയറും കൂടി ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒതുക്കി വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. ഈ ഒരു തോരൻ വളരെ ടേസ്റ്റ് ഉള്ളതാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വെറുതെയും കഴിക്കാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം. അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും വരാം. താങ്ക് യു.